ഇപ്പോൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇവിടുത്തെ UDF നൽകിയ വാഗ്ദാനങ്ങൾ ഒരുപാട് ഇങ്ങനെ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഈ പറയുന്ന കർണാടകയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും GDPയിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ വരുന്ന 2 സംസ്ഥാനങ്ങളാണ് ഈ കർണാടകയും അതുപോലെ തന്നെ തെലങ്കാനയും. അവിടെ അടക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയിൽ കേരളം പോലെ അങ്ങേയറ്റം ഈ പറയുന്ന വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളരെ ചുരുങ്ങിയ ഇത് മാത്രമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രമാത്രം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് താങ്കൾ കണക്ക് കൂട്ടുന്നത്. ജീവനക്കാരുടെ അതുപോലെ തന്നെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, അതടക്കമുള്ള വിഷയങ്ങളിൽ എന്താകും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരവസ്ഥ ഇവരുടെ ഒരു ഭരണത്തിലേക്ക് വന്നാൽ? നമ്മുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് ഈ 3 സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും അവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ വലിയ കാലഘട്ടത്തിലേക്കൊന്നും പോകണ്ട. 2020 കോവിഡ് കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 3 ഗഡു ക്ഷാമബത്ത നിഷേധിക്കുന്ന സമയത്ത് കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷാമബത്ത 3 ഗഡു അനുവദിക്കുന്ന തരത്തിലേക്ക് വന്നു. ആ സമയത്ത് തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം അടുത്ത 2023 മാർച്ച് 31 വരെ നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും 15% വെട്ടിക്കുറയ്ക്കണം എന്നുള്ളതായിരുന്നു അന്ന് കൊടുത്ത വാർത്ത എന്ന് പറയുന്നത്. അത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം സാമ്പത്തികമായി മെച്ചപ്പെട്ടതാണോ ദുർബലപ്പെട്ടതാണോ എന്നുള്ളതല്ല അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം. നമ്മൾ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, സേവന മേഖലയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തിന് കൃത്യമായിട്ടുള്ള ഒരു ദിശ ഉണ്ടായിരിക്കും. ആ ദിശ കൃത്യമായിട്ടും ഉള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയായിരുന്നാലും സമാന മേഖലകളിലാകെ തന്നെ നമ്മൾ മത്സരിക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയും ഒക്കെ തന്നെ നമ്മൾ മത്സരിക്കുന്നത് സ്കാൻഡിനേവിയൻ കൾച്ചറുമായിട്ടാണ്. അങ്ങനെ സ്കാൻഡിനേവിയൻ കൾച്ചറുമായിട്ട് നമ്മൾ മത്സരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെ എത്തിച്ചേർത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇത്തരത്തിൽ സേവന മേഖലയെ ചേർത്ത് നിർത്തുന്ന സമീപനം എടുത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ട് ദുർബലമാണോ സാമ്പത്തികമായിട്ട് മെച്ചമാണോ എന്നുള്ളതല്ല വിഷയം. നമ്മളെടുക്കുന്ന പ്രിഫറൻസാണ്. ആ പ്രിഫറൻസ് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും നിൽക്കുന്നത്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നയപരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സർക്കാർ ഓഫീസുകളാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കണം, സർക്കാർ ജീവനക്കാരുടെ ക്ഷേമ സൗകര്യങ്ങൾ ഉറപ്പാക്കണം എന്നുള്ള ആ ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലും അവിടെ കൃത്യമായിട്ടും ശമ്പളം മുടങ്ങാതെ കൊടുക്കുന്ന തരത്തിലേക്ക് വരുന്നു. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2020 ശമ്പളം കൊടുക്കേണ്ടതില്ല എന്ന്, ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്ന ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇല്ലെങ്കിൽ പോലും അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം അവകാശമാണ്, അതുകൊണ്ട് തന്നെ അവ കൃത്യമായിട്ടും കൊടുക്കും എന്നുള്ള സമീപനമാണ് എടുത്തത്. ഇത് 2 നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. 2 സർക്കാരല്ല, 2 നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ നയം തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ തുടരാതിരിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇന്ന് ഏത് തരത്തിലാണോ തെലങ്കാനയിലായിരുന്നാലും അതുപോലെ തന്നെ കർണാടകയിലായിരുന്നാലും ഹിമാചൽ പ്രദേശിലായിരുന്നാലും ഒക്കെ എടുത്തിട്ടുള്ള നിലപാട് അത് നാളുകളിൽ വീണ്ടും നമ്മയിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലകളിൽ 2020 ഇതിപ്പോൾ നമുക്കറിയാം, ഈ ഉദ്യോഗസ്ഥരുടെ അടക്കം ശമ്പളം വെട്ടിക്കുറക്കാൻ തീരുമാനിക്കേണ്ടുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ഏതൊക്കെ മേഖലകളിൽ ഇവർ വെട്ടിക്കുറവ് നടത്തിയിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊക്കെ വെട്ടിക്കുറവ് വരുത്തിയാലും അതിനൊക്കെ ശേഷമായിരിക്കും ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിലടക്കം കൈവെക്കാൻ അവിടുത്തെ കോൺഗ്രസ് സർക്കാരുകൾ തയ്യാറായിട്ടുണ്ടാകുക. അപ്പോൾ എന്തുമാത്രം ഈ പറയുന്ന തിരിച്ചടി
ഈ മേഖലകളിലൊക്കെ ഉണ്ടാകും. ഇപ്പോൾ സർക്കാർ സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലാണെങ്കിൽ, മറ്റ് ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അതിലൊക്കെ കൈവച്ചതിന് ശേഷമായിരിക്കും അവസാനം ഈ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. അതെ, ഉറപ്പായും. നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളായിരുന്നാലും ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യം എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചർമാരുടെ കാര്യം എടുത്തു നോക്കിയാൽ, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം എടുത്തു നോക്കിയാൽ, അവിടെയെല്ലാം തന്നെ ഏത് തരത്തിലുള്ള നിലപാടാണ് മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തിട്ടുള്ള സമീപനം എന്നുള്ളതും രാജ്യത്താകെ തന്നെ എടുത്തിട്ടുള്ള സമീപനവും എന്നുള്ളത് എടുത്തു നോക്കണം. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള തുക നൽകാതെ, കൃത്യമായിട്ടുള്ള വിഹിതം കൃത്യമായിട്ടും കൂട്ടാതെ ഉള്ള ഒരു സമീപനം എടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ബദൽ എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേമ പെൻഷനായിരുന്നാലും, അതുപോലെ തന്നെ ആശാവർക്കർമാരുടേതായിരുന്നാലും, അതുപോലെ മറ്റ് മേഖലയിലും ഒക്കെ തന്നെ ഉള്ള തുക നൽകുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സേവന മേഖല ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3.25 ലക്ഷം നിയമനം നടത്തിയത്, PSC നിയമനം. മാത്രമല്ല, അതിൽ 50,000-ഓളം അധിക തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ അതിന് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്താകെ തന്നെ നടക്കുന്ന നിയമനം എന്ന് പറയുന്നത് കേവലം 64,110 നിയമനം നടന്നപ്പോൾ 34,000-വും കേരളത്തിലാണെന്ന് പറയുന്ന സാഹചര്യവും കൂടി നിലനിൽക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ കരാർവൽക്കരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്, ഏത് തരത്തിലാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സേവന മേഖലയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണമോ, വികസന മേഖലയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണമോ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷന് പ്രയോറിറ്റി കൊടുക്കണമോ, ഇതിന് മൂന്നിനും കൂടി ഒരുമിച്ചാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അത്തരത്തിൽ ഉള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ ഫലപ്രദമായിട്ട് ഇച്ഛാശക്തിയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ, 57,400 കോടി രൂപ ഒറ്റ വർഷം തന്നെ കട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു, ഡിവിസിബിൾ പൂളിൽ നിന്നും കൃത്യമായിട്ടും തുക കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ നിൽക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ധനമാനേജ്മെൻറ്റ്, ആ ധനമാനേജ്മെൻറ്റാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പോലെ കൃത്യമായിട്ടുള്ള ധനമാനേജ്മെൻറ്റിലൂടെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ അതിജീവിക്കാൻ സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 2022 72,000 കോടി രൂപ തനത് റവന്യൂ എന്നുള്ള